ദൈവസ്നേഹത്താൽ പ്രേരിതരായി സഭയിലൂടെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷ്യത്തിന് ജീവിതം നയിക്കുന്നവർ, ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രകാശദീപങ്ങൾ. കൂടെ ആയിരിക്കുവാനും കൂടെ നടക്കുവാനുമായി ദൈവം മാറ്റി നിർത്തിയവർ. അർപ്പണ വഴിത്താരയിൽ നിന്നുകൊണ്ട് പവിത്രമായ ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മയിലൂടെയും സേവനത്തിലൂടെയും ദൈവരാജ്യത്തിൻ്റെ അടയാളമായി പരിലസിക്കുന്നവർ. ഇന്ന് സന്യാസ ജീവിതത്തിൻ്റെ ജൂബിലി നിറവിലായിരിക്കുന്ന ബദനിയിലെ സുഹൃതിനികൾക്ക് പ്രാർത്ഥനാശംസകൾ. സിസ്റ്റർ റഹ്മാസ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് പറിച്ചു നടപ്പെട്ട പനിനീർ പുഷ്പം. 75 വർഷക്കാലത്തെ പ്രൗഢമായ സന്യാസ ജീവിതം. കറതീർന്ന സന്യാസം, നിശ്ചയദാർഢ്യവും കുലീനതയുമുള്ള പെരുമാറ്റം. നാടിന് നടുവേ ഓടിയ ഒരാൾ. 75 വർഷത്തിനിടയിൽ കണ്ടുമുട്ടിയ ഒരാൾ പോലും മറക്കാൻ ഇടയില്ലാത്ത വ്യക്തിത്വം. ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം. സ്നേഹമയിയായും കാർക്കശ്യരൂപിണിയായും അമ്മയായും സഹോദരിയായും നിലകൊണ്ട പ്രിയ സിസ്റ്ററിന് ഈ ജൂബിലിയുടെ ആശംസകളും പ്രാർത്ഥനകളും. സിസ്റ്റർ അഞ്ജലി. പുഞ്ചിരിമായാത്ത മുഖവുമായി കാണപ്പെടുന്ന സിസ്റ്റർ. മിഷനുകളിലെ സജീവ സാന്നിധ്യം. പ്രാർത്ഥനയുടെ ചിറകിൽ ഏവർക്കും അഭയം കൊടുക്കുന്നൊരാൾ. അനുസരിക്കുന്നതിനും വിധേയപ്പെടുന്നതിനും വലിയ മാതൃക നൽകുന്ന സമർപ്പിത. സിസ്റ്റർ പ്രകാശ്. സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിച്ച് പേരുപോലെ പ്രകാശമുള്ള ഒരാളായി എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇടമുണ്ടാക്കുന്ന സമർപ്പിത. അധ്യാപന രംഗത്ത് കർശനക്കാരിയും സ്നേഹമയിയുമായ ഒരു സമർപ്പിത. ശിഷ്യഗണങ്ങൾ സ്നേഹത്തോടെ ഓർത്തെടുക്കുന്ന മാതൃരൂപം. സിസ്റ്റർ സൂസൻ. നിറഞ്ഞ ചിരിയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരാൾ. വിശാലമായ സുഹൃദ് വലയവും ശിഷ്യഗണവും സിസ്റ്ററിന്റെ പ്രത്യേകതയാണ്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും മടിയില്ലാത്ത സമർപ്പിത. സിസ്റ്റർ സൗമ്യ. സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ കരസ്പർശം. ആത്മാർത്ഥതയോടെ തൻ്റെ കർത്തവ്യങ്ങളെ നോക്കിക്കാണുന്ന ഒരാൾ. ചടുലതയുടെയും വേഗത്തിൻ്റെയും ചിറക് ധരിച്ച് രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും ആശ്വാസത്തിൻ്റെ മഞ്ഞുകണം പൊഴിക്കുന്ന ഒരാൾ. സന്യാസത്തിൻ്റെ പടവുകളിൽ സാന്ത്വനത്തിൻ്റെ നിറദീപം. സിസ്റ്റർ വന്ദിത. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന മനസ്സോടെ വിനയാന്വിതയായി കടമകൾ നിറവേറ്റുന്ന ഒരാൾ. അധ്യാപികയിൽ നിന്നും സമർപ്പിതയായ ഒരു അധ്യാപിക എന്ന തലത്തിലേക്ക് വളരെ പെട്ടെന്ന് രൂപാന്തരപ്പെടുവാൻ അധികം ആലോചന വേണ്ടി വന്നില്ല. വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പുത്രി. സിസ്റ്റർ മാഗി. ആത്മാർത്ഥതയുടെ കരുത്തും നിശ്ചയദാർഢ്യത്തിൻ്റെ ഉറപ്പും കൈമുതലാക്കി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ പ്രൗഢമനോഹരമാക്കുന്ന ഒരാൾ. ഒരു ചിരിയിൽ ഉത്തരങ്ങളെ ഒതുക്കുന്നവൾ. വേദനകളുടെ ലോകത്തെ ആശ്വാസത്തിൻ്റെ തേൻകണം. സിസ്റ്റർ പ്രദീപ. മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരാൾ. അധികം ശബ്ദങ്ങളില്ലാതെ കടമകൾ നിർവഹിക്കുന്ന ഒരാൾ. പരിചയപ്പെടുന്നവർക്ക് സ്നേഹവും സൗഹൃദവും നിർലോഭമായി നൽകുന്ന സമർപ്പിത. അധ്യാപന രംഗത്ത് പ്രദീപ്തമായി തൻ്റെ ശിഷ്യഗണങ്ങൾക്കിടയിൽ വിരാജിക്കുന്ന കിരണം. സിസ്റ്റർ ആനീസ്. സ്നേഹവും കരുതലും കൈമുതലായുള്ളവൾ. ബാല്യത്തിൻ്റെ നിഷ്കളങ്കത കൈമോശം വരാതെ സൂക്ഷിക്കുന്ന ഒരാൾ. സൗഹൃദത്തിൻ്റെ കൂട്ടുകാരി. അനാരോഗ്യങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമിടയിൽ സാന്ത്വനമാകുന്ന കുളിർക്കാറ്റ്. സിസ്റ്റർ ശാന്തിത. വിനയത്തിൻ്റെ മൂടുപടവും സേവനത്തിൻ്റെ ഊഷ്മളതയും സദാ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ. പരാതിയില്ലാതെ നിശബ്ദമായി കടമകൾ നിറവേറ്റുന്ന ഒരാൾ. ലളിതമായ മനസ്സും ജീവിതവും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന സമർപ്പിത. സിസ്റ്റർ അഞ്ജിത. സാന്ത്വനത്തിൻ്റെ മുഖമുദ്ര അണിഞ്ഞ് വേദനിക്കുന്നവരുടെ ഇടയിൽ ആശ്വാസത്തിൻ്റെ നീർക്കണമാകുന്നയാൾ. എല്ലാവരോടും സൗഹൃദം പങ്കുവച്ച് സന്തോഷവതിയായി കാണപ്പെടുന്ന സന്യാസിനി. ഉത്തരവാദിത്വങ്ങളുടെ നടുവിൽ വേദനിക്കുന്നവർക്ക് സാന്ത്വനമായ ഇളം തെന്നൽ.
സിസ്റ്റർ ജൂബില. സരളതയും നർമ്മവും കലർന്ന വാക്കുകൾ, പൊട്ടിച്ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിവുള്ള ഒരാൾ, കടമകളെ ഗൗരവമായി എടുക്കുന്ന സമർപ്പിത, ആരോടും പറ്റുമാനമില്ലാതെ എന്നാൽ എല്ലാവരോടും ഊഷ്മളമായി പെരുമാറുന്ന മനസ്സിനുടമ, ശാന്ത സ്വഭാവത്തിനുടമയും സ്നേഹത്തിന്റെ നിർദീപവുമായ സിസ്റ്റർ ഷാർലറ്റ്. ജർമ്മനിയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്ററിന് ജൂബിലി മംഗളങ്ങൾ. സിസ്റ്റർ സെബിൻ, സിസ്റ്റർ അനുപമ. സ്നേഹവും സൗഹൃദവും ഊഷ്മളമായി നൽകുന്നവർ, എവിടെയായിരുന്നാലും ആ ഊഷ്മളത പ്രകടിപ്പിക്കുന്നവർ. സന്യാസത്തിന്റെ സാഹോദര്യത്തിലെ 2 വെൺപ്രാക്കൾ. അധ്യാപികയായ സിസ്റ്റർ സെബിനും ദൈവത്തിന്റെ വരദാനമായ ഭിന്നശേഷിക്കാരായ കുഞ്ഞുമക്കളുടെ മാതാവായി സിസ്റ്റർ അനുപമയും സുവിശേഷ പ്രഘോഷണം തുടരുന്നു. പ്രിയ സഹോദരിമാർക്ക് ജൂബിലി മംഗളങ്ങളും പ്രാർത്ഥനയും.